കാര്യവിചാരം 72. ബന്ധുവാര് ശത്രുവാര്? ബന്ധുവും ശത്രുവും ആരാണിവർ? ഇക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം മറക്കരുത്. അതാണ് ആദ്യാവസാനം അറിയേണ്ടത്. അതെന്താണ്? സ്ഥിരമായ ബന്ധുവും സ്ഥിരമായ ശത്രുവുമില്ല എന്നതാണത്. ആദ്യമായി ആരാണ് ബന്ധു എന്ന് നോക്കാം. രക്തബന്ധത്തിലുള്ളവരെയാണ് ബന്ധുവായി നാം സാധാരണ കണക്കാക്കുന്നത്. എന്നാൽ അതിലുപരി വിശാലമായ ഒരർത്ഥം തലം ആ വാക്കിനുണ്ട്, ഇല്ലേ? നമ്മെ സ്നേഹിക്കുന്നവരും നമുക്ക് വേണ്ടി ചെറിയ ത്യാഗങ്ങൾ പോലും ചെയ്യാൻ സന്നദ്ധതയുള്ളവരുമൊക്കെ നമ്മുടെ ബന്ധുക്കളാണ്. ഇതിൽ രക്തബന്ധമുള്ളവരും സുഹൃത്തുക്കളും ഒക്കെ ഉൾപ്പെടും. ഇനി ആരാണ് ശത്രുക്കൾ എന്ന് നോക്കാം. ചുരുക്കത്തിൽ നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഇവരുടെ സകല പ്രവൃത്തികളും. എങ്ങനെയാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്? അസൂയ എന്ന രോഗമാണ് പ്രധാന കാരണം. സകല രോഗങ്ങളും ചികിത്സ ചെയ്താൽ മാറും. എന്നാൽ അസൂയ എന്നത് ഒരു മാറാരോഗമാണ്. അതൊരിക്കലും മാറുകയില്ല. എങ്ങനെയാണ് നമ്മോട് മറ്റൊരാൾക്ക് അസൂയ ഉണ്ടാകുന്നത്? നമ്മുടെ നേട്ടങ്ങൾ മറ്റൊരാൾക്ക് അലോസരമുണ്ടാക്കുമ്പോഴോ അയാൾക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോഴോ ഒക്കെയാണ് നമ്മോട് അസൂയ ഉണ്ടാകുന്നത്. നമ്മുടെ എന്തെങ്കിലും നേട്ടങ്ങൾ അയാളുടെ പ്രാധാന്യത്തിന് കോട്ടം സംഭവിക്കുന്നതും ഒരു കാരണമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല താനും. നേട്ടങ്ങൾ സാമ്പത്തികം മൂലമോ സ്ഥാനമാനങ്ങൾ മൂലമോ അധികാരം മൂലമോ വിദ്യാഭ്യാസം മൂലമോ ഒക്കെയാകാം. ഇത്തരം നേട്ടങ്ങൾ മൂലം അയാൾ താരതമ്യേന സമൂഹത്തിൽ അപ്രസക്തനാകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അസൂയ മൂലം അയാൾക്ക് ഭ്രാന്തിളകി അത് നമ്മോടുള്ള വിദ്വേഷമായി മാറുന്നു. അങ്ങനെ അയാൾ നമ്മുടെ നിത്യശത്രുവായി തീരുന്നു. ചിലപ്പോൾ ഇത്തരം ആളുകൾക്ക് നമ്മൾ മുമ്പ് പല സഹായങ്ങളും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ അസൂയാഭ്രാന്തി ഇളകിയാൽ പിന്നെ അയാൾ ആ കാര്യമെല്ലാം മറന്നുപോകും. ഈ വ്യക്തി ചിലപ്പോൾ നമ്മുടെ രക്തബന്ധത്തിൽ പെട്ടവർ പോലുമാകാം. ശത്രുവിനെ സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിൾ. നമ്മളോട് വളരെ സ്നേഹത്തിലിരിക്കുമ്പോൾ അയാൾ നമ്മോട് കടം ചോദിക്കും. കടമോ വായ്പയോ ആയി പണമോ സമ്പത്തോ എന്തെങ്കിലും ചോദിച്ചാൽ അതങ്ങ് കൊടുത്തേക്കണം. ഇനി ഒരു പ്രശ്നവുമില്ല. ആ നിമിഷം മുതൽ അയാൾ നമ്മുടെ നിത്യശത്രുവായിക്കൊള്ളും. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണുന്ന ഒരു സത്യമാണ്. കടം കൊടുക്കുന്നതിന് പകരം സന്മനസ്സുണ്ടെങ്കിൽ ചോദിക്കുന്നത് അങ്ങ് കൊടുത്തേക്കണം. അല്ലെങ്കിൽ തരില്ല, എൻ്റെ പക്കൽ പണമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയേക്കണം. അതാണ് രക്ഷ നേടാനുള്ള ഏക മാർഗം. അപ്പോൾ പിന്നെ നമ്മുടെ ബന്ധുവായി തുടർന്നില്ല എങ്കിലും ശത്രുവാകാതെ അയാൾ ഇരുന്നു കൊള്ളും. അത്രയും സമാധാനമുണ്ട്. എത്ര ബന്ധുവായാലും ഒരാളിൽ നിന്ന് നമ്മൾ അധികമൊന്നും പ്രതീക്ഷിക്കരുത്. അത് പിന്നീട് വിനയായിത്തീരും. ചുരുക്കത്തിൽ ബന്ധങ്ങളോട് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ഉണ്ടാകണം. അല്ലെങ്കിൽ ബന്ധു ശത്രുവാകും.